കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്ട്രോങ്ങർ ടുഗദർ എന്ന ഈ പ്രക്ഷേപണ ദൈവിക സന്ദേശത്തിലേക്ക് ഈ ആഴ്ചയിലും നിങ്ങൾ എല്ലാവരെയും സന്തോഷത്തോടെ ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചകളൊക്കെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ പല എൻ്റെ പ്രിയ കേൾവിക്കാരോടുള്ള നന്ദിയും സ്നേഹവും വീണ്ടും UK വെയിൽസിൽ നിന്നും അറിയിക്കുന്നു. കർത്താവ് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസത്തിൽ പരിശുദ്ധാത്മാവിന് നിങ്ങളോട് വ്യക്തമായി സംസാരിക്കാനുള്ള ഒരു ടോപ്പിക്ക് ദൈവം എനിക്ക് തന്നിരിക്കുന്നത് വൂണ്ട്, മുറിവ് ഉള്ള ഒരു വിഷയത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. മുറിവ് എന്നൊരു വാക്ക് കേൾക്കാത്ത ആരും എന്നെ ഇന്ന് കേൾക്കുന്നുണ്ടാകില്ല എന്ന് കരുതുന്നു. കാരണം ശരീരമുള്ള എല്ലാവർക്കും അവരുടെ പുറത്തുള്ള ഫിസിക്കൽ അപ്പിയറൻസിൽ എവിടെങ്കിലും ഒരു ഭാഗത്തെങ്കിലും ചെറിയൊരു മുറിവെങ്കിലും മുറിഞ്ഞ ഒരു ആളെങ്കിലും ഉണ്ടാകാതിരിക്കില്ല. ചെറുപ്രായത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന പ്രായമാകുന്ന പ്രായം മുതൽ വളർച്ചയുടെ ഓരോ പാന്താവിലും പല നിമിഷങ്ങളിലും പലപ്പോഴും പല മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രാഥമിക ശുശ്രൂഷകൾ നൽകിക്കൊണ്ട് പലപ്പോഴും പല മുറിവുകളെ ഉണക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. വലിയ മുറിവുകളാണ് സംഭവിച്ചതെങ്കിൽ ഉടൻ തന്നെ നിങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വ്യക്തമായ ട്രീറ്റ്മെന്റ് എടുക്കുവാൻ നോക്കും. സ്റ്റിച്ചിടും, അല്ലെങ്കിൽ മുറിവിന്റെ ആഴം നോക്കിയിട്ട് അതിന് തക്കതായിരിക്കുന്ന സ്റ്റിച്ച് ഇടുകയും അതിന് തക്കതായ മരുന്നുകൾ വെച്ച് ബാൻഡേജൊക്കെ ഇട്ട് ശുശ്രൂഷിക്കുകയും ചെയ്യും. ഇനി അതൊന്നുമല്ല, അകത്തേക്ക് വലിയ മുറിവുകളുണ്ടെന്നിരിക്കട്ടെ, വളരെ വിശദമായ നിലയിൽ ഓപ്പറേഷൻ വരെ നടത്തേണ്ടതായ അവസ്ഥകൾ ഉണ്ടാകും. വലിയൊരു സർജറിക്ക് തന്നെ വിധേയമാക്കേണ്ടവരുണ്ടാകും. 3 തരത്തിലുള്ള മുറിവുകളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞത്. ഒന്ന്, പ്രാഥമിക ശുശ്രൂഷകൾ താൽക്കാലികമായി നടത്തി ചെറിയ നിലകളിലൊക്കെ ട്രീറ്റ്മെന്റുകൾ നടത്തിക്കൊണ്ട് മുറിവുകൾ ഉണക്കുവാൻ സാധിക്കും. 2, അല്പം കൂടെ ബാൻഡേജുകളൊക്കെ വെച്ച് കെട്ടി മുറിവിന്റെ അളവ് മനസ്സിലാക്കി അല്പം കൂടെ മരുന്നുകളൊക്കെ വെച്ച് ചെറിയൊരു സ്റ്റിച്ചൊക്കെ ഇട്ട് ആ മുറിവുകളെ നിങ്ങൾക്ക് ഉണക്കുവാൻ സാധിക്കും, ഹീലാക്കുവാൻ പറ്റും. 3-മത്തെ ഒരു മേഖല, വലിയ ആഴത്തിലൊരു മുറിവുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരു വലിയ സർജറി പോലും, ഒരു ഓപ്പറേഷൻ പോലും ഒരുപക്ഷെ നടത്തേണ്ടതായിരിക്കുന്ന ക്രമീകരണങ്ങൾ കാണും. ഞാൻ ഈ മുറിവിനെ കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുമ്പോൾ ഇന്ന് ലോകത്തിന്റെ പല രാജ്യങ്ങളിലായി പല വിഷയങ്ങളിൽ പലവിധമായിരിക്കുന്ന പ്രശ്നങ്ങളാൽ ഹൃദയത്തിൽ മുറിവേറ്റവര് എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിന് ഇന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ള വ്യക്തമായ ഒരു ആലോചന ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ്. നമുക്ക് ദൈവം ദാനമായി നൽകിയിട്ടുണ്ട്. കണ്ടുപിടുത്തങ്ങളുടെ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. സയൻസ് വളരെയധികം നമ്മളെ എല്ലാ മേഖലകളിലും നമ്മെ സ്വാധീനിക്കുന്നുണ്ട്. കണ്ടുപിടുത്തങ്ങളുടെ ലോകത്തിൽ നമ്മുടെ ഫാമിലി സ്റ്റാറ്റസിൽ സ്വാധീനിക്കുന്നതാണ് കണ്ടുപിടുത്തങ്ങളുടെ ലോകം. ഫാമിലിയുടെ വിഷയത്തിൽ, കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ, വിദ്യാഭ്യാസത്തിൽ, നമ്മുടെ ചർച്ചില്, നമ്മുടെ ആരാധനകളില്, നമ്മുടെ പല മേഖലകളിലും ഇപ്പോൾ സയൻസിന്, കണ്ടുപിടുത്തങ്ങളുടെ ലോകത്തിന് വളരെ പ്രാധാന്യമുണ്ട്. പലതുമായി നാം കോപ്പപ്പ് ചെയ്ത് ജീവിപ്പാൻ എപ്പോഴും ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഞാൻ പറയുന്ന ഈ മുറിവ്, നമ്മുടെ ശരീരത്തിന്റെ പുറത്ത് ഒരു മുറിവുണ്ടായാൽ ആ മുറിവ് ഉണങ്ങുവാൻ മെഡിക്കൽ നിലകളിലുള്ള ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചോ മെഡിസിൻ ഉപയോഗിച്ചോ അതിനൊരു പരിഹാരം നടത്തുവാൻ സാധ്യമാണ്. അതാണ് നമ്മൾ കണ്ടിരിക്കുന്ന കണ്ടുപിടുത്തങ്ങളുടെ ലോകത്ത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതിനപ്പുറത്ത് ഏറ്റവും വലിയൊരു മുറിവുണ്ട്. ഞാൻ ഈ മുറിവിനെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ പോവുകയാണ്. നിങ്ങൾ ഇതുവരെ കണ്ണുകൾ കൊണ്ട് കണ്ടിരിക്കുന്ന മുറിവുകളൊക്കെ ശരീരത്തിന്റെ പുറത്ത് നടന്നിരിക്കുന്ന മുറിവുകളാണ്. ഇതൊക്കെ 2 ആഴ്ചത്തെ ട്രീറ്റ്മെന്റ് കൊണ്ടോ 4 ആഴ്ചത്തെ ട്രീറ്റ്മെന്റ് കൊണ്ടോ അല്ലെങ്കിൽ 1 വർഷത്തെ ട്രീറ്റ്മെന്റുകളൊക്കെ നിങ്ങൾക്ക് ഉണക്കാൻ സാധിക്കും. പക്ഷെ ഇന്ന് എൻ്റെ ഈ മെസ്സേജ് കേൾക്കുന്ന ചില ജീവിതങ്ങൾ ലോകത്തിന്റെ പല കോണറുകളിൽ ഇരുന്നു കൊണ്ട്, പല കുടുംബാന്തരീക്ഷങ്ങളുടെ അകത്തിരുന്നു കൊണ്ട്, പല സഭകളുടെ അകത്തിരുന്നു കൊണ്ട്, പല സംഘടനകളുടെയും ഓഫീസിന്റെയും അകത്തിരുന്നു കൊണ്ട് ഒരിക്കൽ പോലും ഉണങ്ങാത്ത മുറിവുകളെ ഉള്ളിന്റെ അകത്ത് വഹിച്ചുകൊണ്ട് ജീവിക്കുന്ന 10,000 എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ മുറിവ് എന്താണ്? പുറമെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു മുറിവുണ്ടായാൽ അതിന് ഉണക്കുവാൻ അല്ലെങ്കിൽ അത് ഹീലാക്കുവാൻ മെഡിക്കൽ സയൻസിന്റെ സഹായം കൊണ്ടോ പ്രാഥമിക ശുശ്രൂഷകൾ കൊണ്ടോ ഒരു സർജറി കൊണ്ടോ ഒക്കെ സാധ്യമാകുമായിരിക്കും. എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തുണ്ടാകുന്ന ഒരു മുറിവിനെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയുന്നില്ലെങ്കിലും ആ മുറിവുണ്ടാകുവാൻ ഒരു കാരണമുണ്ട്. ഒരു പക്ഷേ ഒരു വാക്കുകൊണ്ടായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ അഭിമുഖീകരിച്ചിരിക്കുന്ന
ഒരു സാഹചര്യം കൊണ്ടായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ അഭിമുഖീകരിച്ചിരിക്കുന്ന ഏതെങ്കിലും വിഷയത്തിലുണ്ടായ ഒരു വേദന കൊണ്ടായിരിക്കാം, ഒരുപക്ഷെ കുടുംബത്തിലെ നിങ്ങളുടെ ഭർത്താവിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വാക്കുകൾ കൊണ്ടോ, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളുടെ അകത്തുണ്ടായിരിക്കുന്ന ഏതെങ്കിലും വിഷയങ്ങൾ ഉണ്ടാക്കിയ മുറിവുകളോ, നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളിൽ ബന്ധങ്ങളുടെ ഇടയിൽ ഉണ്ടായ ഏതെങ്കിലും മുറിവുകളോ, നിങ്ങളുടെ ജോലി സ്ഥാപനത്തിൽ നിങ്ങളെ തരം താഴ്ത്തി നിർത്തിയിരിക്കുന്ന അവസ്ഥകൾ കൊണ്ടുള്ള മുറിവുകളോ, ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തേക്ക് ആ തളം കെട്ടിക്കിടക്കുന്ന മുറിവിനോടാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. കേൾക്കണം, ഇത് ദൈവത്തിന്റെ ശബ്ദമാണ്. കേൾക്കണം, ഇത് ദൈവത്തിന്റെ ആലോചനയാണ്. കേൾക്കണം, ഇത് നിങ്ങളോട് ഇന്ന് പകൽ അല്ലെങ്കിൽ രാത്രിയിൽ നിങ്ങളായിരിക്കുന്ന രാജ്യത്തിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത്, നിങ്ങളുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് മറ്റാരോടും പറയുവാനും ഷെയർ ചെയ്യുവാനും കഴിയാത്ത മുറിവിനോടാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ആ മുറിവിനെ ഉണക്കുവാൻ, ആ മുറിവിനെ സൗഖ്യമാക്കുവാൻ, ആ മുറിവിനെ ഹീലാക്കുവാൻ, ആ മുറിവിന്റെ ഭാഗങ്ങളെ ഉണക്കുവാൻ ഇതുവരെ നിങ്ങളുടെ കൂട്ടുകാരനോ, നിങ്ങളുടെ കൂട്ടുകാരിക്കോ, നിങ്ങളുടെ ഭർത്താവിനോ, നിങ്ങളുടെ സഭയുടെ ശുശ്രൂഷകനോ, നിങ്ങളായിരിക്കുന്ന സഭയിലെ മറ്റംഗങ്ങൾക്കോ, നിങ്ങളായിരിക്കുന്ന ജോലി സ്ഥാപനത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനോ, നിങ്ങളുടെ കരങ്ങളിലുള്ള പണത്തിനോ, നിങ്ങളുടെ പ്രതാപങ്ങൾക്കോ, നിങ്ങളുടെ സ്റ്റാറ്റസിനോ, നിങ്ങളുടെ മാന്യതയ്ക്കോ, നിങ്ങളുടെ പ്രസൻസിനോ, നിങ്ങളുടെ ബന്ധുക്കൾക്കോ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ സാധിച്ചിട്ടില്ലെങ്കിലും ഇന്ന് സാധിക്കുന്ന ഒരു ശബ്ദമുണ്ട്, ഇന്ന് സാധിക്കുന്ന ഒരു സാന്നിധ്യമുണ്ട്. അത് ഞാൻ പറയുന്ന യേശുവിന്റെ ശബ്ദമാണ്, ഞാൻ പരിചയപ്പെടുത്തുന്ന യേശുവിന്റെ സാന്നിധ്യമാണ്. കമോൺ, എന്റെ കൂടെ നിങ്ങൾ വിശ്വസിക്കണം, എന്റെ കൂടെ നിങ്ങൾ വിശ്വസിക്കണം. ഞാൻ സാധാരണയായിട്ട് ഈ ടെലിവിഷൻ പ്രോഗ്രാമിൽ എടുക്കുന്ന സന്ദേശമെല്ലാം വളരെ വ്യക്തിപരമായി ജീവിതങ്ങളോട് ഇടപെടുന്ന ദൈവിക ആലോചനകളും ശബ്ദവുമാണ്. പലപ്പോഴും പല വിഷയങ്ങളും പല ആളുകളും ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് എനിക്ക് കേൾക്കുന്ന കൂടുതൽ ഇമെയിൽസും കൂടുതൽ പ്രെയർ കോൾസും എല്ലാം വളരെ വ്യക്തിപരമായ ആളുകളോട് സംസാരിക്കുന്ന ദൈവശബ്ദമായി, അവരുടെ അനുഭവങ്ങളോട് വളരെ അടുത്തു നിന്ന് ബന്ധപ്പെടുന്ന ശബ്ദമായി എനിക്ക് അനുഭവപ്പെടാറുണ്ട്. ഞങ്ങൾക്ക് പ്രതികരണങ്ങൾ ലഭിക്കാറുണ്ട്. ഇപ്പോൾ അമേരിക്കയിൽ നിന്നോ, ഇപ്പോൾ കൊറിയയിൽ നിന്നോ, ഇപ്പോൾ അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്നോ, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നോ, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നോ ഏതെങ്കിലും പശ്ചാത്തലങ്ങളിൽ ഹൃദയത്തിന്റെ അകത്ത് മുറിവിനെ താങ്ങിക്കൊണ്ട് എന്റെ മുറിവ് എങ്ങനെയൊന്ന് ഉണക്കാൻ സാധിക്കും, എന്റെ മുറിവ് എങ്ങനെയൊന്ന് പരിഹരിക്കുവാൻ, എന്റെ മുറിവൊന്ന് ആര് ഉണക്കുമെന്ന് ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തിയോട് ഇന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുകയാണ്. ഭർത്താവിന് വർഷങ്ങളായി നിന്റെ ഹൃദയത്തിൽ കിടക്കുന്ന മുറിവുകളെ ഉണക്കുവാൻ സാധിച്ചിട്ടില്ല. നീ പോകുന്ന സഭാന്തരീക്ഷത്തിൽ നിന്നെ വിമർശിക്കുന്ന ആളുകളാണ് പിന്നെയും നീ കാണുന്നത്. നീ പോകുന്ന പശ്ചാത്തലങ്ങളിലെല്ലാം നിന്നെ സ്നേഹിക്കുന്ന വ്യക്തികളെ നിനക്ക് കാണുവാൻ സാധിക്കുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നീ അറിയത്തില്ലാത്ത നിലകളിൽ നിന്റെ ഹൃദയത്തിന്റെ അകത്ത് തളം കെട്ടിക്കിടക്കുന്ന ആ മുറിവിനെ ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഉണക്കിക്കൊണ്ടിരിക്കുകയാണ്. നീ പ്രാർത്ഥിപ്പാൻ എന്റെ കൂടെ താല്പര്യപ്പെടുന്നെങ്കിൽ ഞാൻ ഈ പറയുന്ന ദൈവത്തിന്റെ ശബ്ദം ഇപ്പോൾ കേട്ടുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായ ഒരു അഭിഷേകം ഇപ്പോൾ ഈ പ്രക്ഷേപണ പ്രോഗ്രാമിൽ നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ സ്ട്രോങ്ങർ ടുഗദർ, ശക്തിപ്പെടുക, ഒന്നിച്ചിരുന്ന് ശക്തിപ്പെടുക. ആരുടെ കൂടെ? യേശു ക്രിസ്തുവിന്റെ കൂടെ ശക്തിപ്പെടുക. യേശു ക്രിസ്തുവിന്റെ കൂടെ ഒന്നിച്ചിരുന്ന് ശക്തിപ്പെടുക. നിങ്ങളുടെ അകത്തുള്ള മുറിവിനെ ഉണക്കുവാൻ, നിങ്ങളെ ഹീലാക്കിക്കൊണ്ട്, നിങ്ങളുടെ വൂൺസിനെ ഹീലാക്കിക്കൊണ്ട് ശക്തിപ്പെടുത്തുവാൻ, സ്ട്രോങ് ആക്കുവാൻ കർത്താവിന്റെ സാന്നിധ്യം ഇപ്പോൾ ഉണ്ട്. ഞാനത് വിശ്വസിക്കുകയാണ്. പലപ്പോഴും മുറിവ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആദ്യമായി ഞാൻ പറഞ്ഞല്ലോ 3 തലത്തിലുള്ള മുറിവുകളുണ്ട് എന്നതുപോലെ അകത്ത് തന്നെ ചിന്തിച്ചാൽ പല ആഴത്തിലുള്ള മുറിവുകൾ കിടക്കുകയാണ്. പല ആളുകൾക്കും വർഷങ്ങളായി ആ മുറിവുകൾ ഇങ്ങനെ ആഴത്തിൽ കിടക്കുകയാണ്. ജനിച്ച സമയം മുതൽ ജന്മനാ അവരുടെ ജന്മത്തെ പോലും തള്ളിക്കൊണ്ട് അവർ മുറിവുകളെ അവർ വഹിക്കുകയാണ്. നിന്റെ സകല മുറിവുകളെയും, നിന്റെ സകല രോഗങ്ങളെയും, നിന്റെ സകല വേദനകളെയും, നിന്റെ സകല പ്രയാസങ്ങളെയും ഭാരങ്ങളെയും ദുഃഖങ്ങളെയും വഹിക്കുന്നതാണ് സാക്ഷാൽ യേശു കർത്താവ്. വിശ്വസിക്ക്. എൻ്റെ കൂടെ വിശ്വസിപ്പാൻ കഴിയുന്നെങ്കിൽ ഞാൻ ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ രാത്രിയിൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഒരു അധ്യായത്തിൽ ഒരു ഭാഗം നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്.
ലൂക്കോസിന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യം മുതൽ ചില വചനവാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. യേശു ഉത്തരം പറഞ്ഞത്, ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. ആ വഴിയായി യാദർച്ഛിക ഒരു പുരോഹിതൻ വന്നു, അവനെ കണ്ടിട്ട് മാറി കടന്നു പോയി. ശ്രദ്ധിക്കണം, ജീവിതത്തിന്റെ യാത്രയിൽ ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുന്ന കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവനെ വസ്ത്രമഴിച്ചു മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. ആ വഴിയായി യാദർശിയായ ഒരു പുരോഹിതൻ വന്ന് അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. ആദ്യം വന്ന ആള് പുരോഹിതനാണ്. സമൂഹത്തിലെ മാന്യനായ മനുഷ്യനാണ് ആദ്യം വന്നത്. എല്ലാവരാലും ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വമാണ് പുരോഹിതന്റെ വ്യക്തിത്വം. സമൂഹത്തിലെ നല്ല മാന്യനായ സ്റ്റാറ്റസ് ഉള്ള മനുഷ്യൻ. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ സമൂഹത്തിൽ നിങ്ങൾ സ്നേഹിക്കുന്നവര്, നിങ്ങൾ മാന്യന്മാരെന്ന് കാണുന്നവര്, നിങ്ങൾ വലുതായി കാണുന്നവര്, നിങ്ങൾ വലിയ സ്റ്റാറ്റസ് ഉണ്ട്, വലിയ സ്ഥാനങ്ങളുണ്ട്, മാനങ്ങളുണ്ട്, ഉയർച്ചകളുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്, ബന്ധങ്ങളുണ്ട്, എല്ലാം ഉണ്ടെന്ന് പറയുന്ന ആളുകൾ നിങ്ങൾക്കുണ്ട് എന്നിരുന്നാലും നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളുടെ ജോലി സ്ഥാപനങ്ങളിലും നിങ്ങളുടെ സഭകളിലും നിങ്ങൾക്ക് എപ്പോഴും കുറെ ആളുകൾ, കുറെ സ്റ്റാറ്റസ് ഉള്ളവർ, സ്ഥാനങ്ങളുള്ളവര്, മാന്യതയുള്ളവര്, നല്ല നിലവാരം ഉയർത്തുന്നവരൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും അവർ നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് നിങ്ങളുടെ മുറിവുകളെ കണ്ടിട്ട്, അർദ്ധപ്രാണനായി കിടക്കുന്ന നിങ്ങളുടെ സാഹചര്യങ്ങളെ കണ്ടിട്ട്, നിങ്ങളുടെ അകത്തുള്ള വേദനകളെ കണ്ടിട്ട് കാണാത്തവനായി നടന്നു പോവുകയാണ്. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തിലെത്തി. അവനെ കണ്ടിട്ട് മാറി കടന്നു പോയി. വളരെ വംശാവലിയുള്ളവൻ. അവിടെ ലേവ്യനും ആ സ്ഥലത്തെത്തി. അവനെ കണ്ടിട്ട് മാറി കടന്നു പോയി. ശ്രദ്ധിക്കണം, അടുത്തത് വരുന്ന ആള് ഒരു ശമര്യക്കാരനോ വഴി പോകയിൽ അവന്റെ അടുക്കിലെത്തി. അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്നു എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി അവനെ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. ആദ്യം പുരോഹിതൻ വന്നു, പിന്നെ ലേവ്യൻ വന്നു, മൂന്നാമതായി ദൈവത്താൽ അയക്കപ്പെട്ട ഒരു ശമര്യൻ അവിടെ കടന്നു വന്നു. അവനാണ് ഇവനെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി രക്ഷ ചെയ്യുന്നത്. നീ പ്രതീക്ഷിക്കുന്ന ആരും നിന്റെ മുറിവുകളെ കെട്ടുവാൻ നിന്റെ അടുക്കൽ വരികയില്ല. ഒരു കാര്യം പ്രസക്തമാണ്, നീ സ്നേഹിക്കുന്ന ആരും നിന്നെ സ്നേഹിക്കുന്നില്ല. നീ സ്നേഹിക്കാത്ത ആളാണ് നിന്നെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം അവർ ദൈവത്താൽ നിനക്ക് വേണ്ടി അയക്കപ്പെട്ടവരാണ്. ശ്രദ്ധിക്കണം, ആ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. നിങ്ങൾ പലരെയും സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ പലരെയും ആശ്രയിക്കുന്നുണ്ട്, നിങ്ങളെ പലരും രക്ഷിക്കുമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. അവരാരും നിങ്ങളെ രക്ഷിക്കുന്നവരല്ല. അവരെ ഒന്നും ആശ്രയിച്ചാൽ അവർ നിങ്ങളെ സമയത്ത് സഹായിക്കുകയില്ല. നിങ്ങൾ സ്നേഹിക്കുന്നവരാരും നിങ്ങളെ സ്നേഹിക്കുന്നില്ല. എന്നാൽ നിങ്ങളെ സ്നേഹിപ്പാൻ, നിങ്ങളുടെ മുറിവുകളെ കെട്ടുവാൻ, നിങ്ങളുടെ അവസ്ഥകളെ അറിയുവാൻ, നിങ്ങളുടെ പ്രതീക്ഷകൾക്കെല്ലാം അപ്പുറത്ത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത, നിങ്ങൾ ചിന്തിക്കാത്ത, നിങ്ങൾ മനസ്സിൽ പോലും സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരു വ്യക്തി വരികയാണ്. അവൻ മറ്റാരുമല്ല, ശമര്യക്കാരൻ, നല്ലൊരു ശമര്യക്കാരൻ. അവൻ വന്നിവനെ വാഹനത്തിൽ കയറ്റുകയാണ്, അവനെ വഴിയമ്പലത്തിൽ കൊണ്ടുപോവുകയാണ്, അവനെ വഹിക്കുകയാണ്. നിന്റെ മുറിവുകളെ നിന്റെ അകത്ത് കണ്ട്, നിന്റെ ഭാരങ്ങളെ നിന്റെ അകത്തുണ്ടെന്ന് കണ്ട് ദൈവം നിന്റെ അടുക്കൽ ആ മുറിവുകളെ വഹിക്കുവാൻ തക്കവണ്ണം പാർട്ട്ണർഷിപ്പ് നൽകുവാൻ, നിന്റെ മുറിവുകളെ ഒന്നുകൂടെ അവരും കൂടെ വഹിച്ച് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം നല്ല ചില ശമര്യക്കാരെ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിലേക്ക് ഏതെങ്കിലും കാലങ്ങളിൽ, ഏതെങ്കിലും സമയങ്ങളിൽ അയച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ വലിയ സഹായമാണ്. വിശ്വസിക്കണം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് വ്യക്തമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് ഇതുവരെയും ഒരു നല്ല ശമര്യക്കാരനെ കാണുവാൻ കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും നിങ്ങളുടെ മുറിവുകളെ ഒന്ന് വഹിക്കേണ്ടതിന് വേണ്ടി, ഒന്ന് വാഹനത്തിൽ കയറ്റുന്നതിന് വേണ്ടി, ഒന്ന് വഴിയമ്പലത്തിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി, ഒന്ന് സഹായിക്കേണ്ടതിന് വേണ്ടി നിങ്ങൾ പലരെയും നോക്കാറുണ്ട്, പലരെയും ശ്രദ്ധിക്കാറുണ്ട്. ഇതുവരെയും ഒരു നല്ല ശമര്യക്കാരനെ നിങ്ങളുടെ അടുക്കൽ നിങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ രണ്ട് കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഒന്ന്,
നിങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞില്ലെങ്കിലും ജീവിതത്തിൽ ദൈവം നിങ്ങൾ ഇതുവരെ കൈവിട്ടിട്ടില്ല. ഒരു നല്ല ശമര്യക്കാരന്റെ സഹായം നിങ്ങളുടെ ലൈഫിൽ ആശ്വാസമായി, സഹായമായി, ബലപ്പെടുത്തുവാൻ, ധൈര്യം പകരുവാൻ, നിങ്ങളെ വഹിക്കുവാൻ. നിങ്ങളുടെ അടുക്കൽ ഒരാളെ നിങ്ങൾ ഒരു പക്ഷേ അടുത്ത് കണ്ടില്ലെങ്കിൽ തന്നെയും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ കർത്താവ് യേശുനാഥൻ, ആ യേശുനാഥൻ ഇതുവരെയും നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല, നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല, നിന്നെ തകർക്കാതെ വണ്ണം, നിന്നെ നശിപ്പിക്കാതെ വണ്ണം ഇതുവരെയും നിന്നെ നടത്തിക്കൊണ്ട് പോയെങ്കിൽ അത് ദൈവത്തിന്റെ ദയയാണ്, അത് ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. ഞാൻ അതിനിങ്ങനെ പറയും, ദൈവത്തിന്റെ മഹാദയയും കരുണയുമാണ്. നിങ്ങൾ പറയാറുണ്ട്, ഒരു നല്ല ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം തുറന്നു പറയാമായിരുന്നു. നിങ്ങൾ പറയാറുണ്ട്, ഒരു നല്ല സുഹൃത്തുണ്ടായിരുന്നെങ്കിൽ ആ സുഹൃത്തിന് കൂടെ കുറെ യാത്ര ചെയ്യാമായിരുന്നു. നിങ്ങൾ പറയാറുണ്ട്, ഒരു നല്ല ഫാമിലി കുടുംബം, എനിക്ക് കുടുംബം അല്ലെങ്കിൽ ഒരു നല്ല ഫാമിലി കുടുംബം സുഹൃത്തുണ്ടായിരുന്നെങ്കിൽ അവരുടെ കൂടെ ഇടയ്ക്കൊക്കെ ഡേ ഔട്ട് ചെയ്യാമായിരുന്നു. നിങ്ങൾ പറയാറുണ്ട്, ഒരു നല്ല ശമര്യക്കാരനെ പോലെ എന്നെ വഹിക്കാൻ കഴിയുന്ന ഒരാളുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറെ ആശ്വാസമായിരുന്നേനെ. എനിക്ക് എന്നെ വഴിയമ്പലത്തിൽ കൊണ്ടുപോയി ചികിത്സിക്കുവാൻ കഴിയുന്ന ഒരു നല്ല ശമര്യക്കാരനോ ബന്ധങ്ങളോ സ്നേഹിതരോ എനിക്കുണ്ടായിരുന്നെങ്കിൽ എനിക്ക് നല്ല സമാധാനം കിട്ടിയേനെ, എനിക്ക് രക്ഷ ലഭിച്ചേനെ എന്നൊക്കെ നാം പറയാറുണ്ട്. ശ്രദ്ധിക്കണം, നിങ്ങൾ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരാണ്, നിങ്ങൾക്ക് ഇതൊന്നും ലഭിക്കാത്തവരായിരിക്കാം, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബന്ധങ്ങളോ സാഹചര്യങ്ങളോ ഒന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ലായിരിക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കപ്പെടണം, ഇങ്ങനെയുള്ള ആരും നിങ്ങളുടെ അടുക്കൽ വന്ന് ഒരു നല്ല ശമര്യക്കാരനെ വേഷം ധരിച്ച് നിങ്ങളെ വാഹനത്തിൽ കയറ്റുവാനും നിങ്ങളെ വഴിയമ്പലത്തിൽ കൊണ്ടുപോകുവാനും ഒരു നല്ല സുഹൃത്തായും ഒരു നല്ല സ്നേഹിതനായും നിങ്ങളുടെ മുമ്പിൽ ആരെയും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും ഒരു കാര്യം വിശ്വസിക്കണം, ഇതുവരെയും നിങ്ങളെ കൈവിടാതെ വണ്ണം, ഇതുവരെയും നിങ്ങൾ തകർന്നു പോകാതെ വണ്ണം, ഇതുവരെയും നിങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ വണ്ണം, പല സമയങ്ങളിലും ആരുടെയും സ്നേഹം കിട്ടാതെ, ആരുടെയും ആശ്വാസം കിട്ടാതെ ഒറ്റയ്ക്ക് റൂമിൽ, ബെഡ്റൂമിൽ, നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ വാഹനത്തിൽ, നിങ്ങളുടെ ഓഫീസ് റൂമിൽ, നിങ്ങളുടെ സാഹചര്യത്തിൽ, നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾ ഒറ്റപ്പെട്ടായിരുന്നപ്പോഴും അവിടെ വെച്ച് നിങ്ങൾ തകർന്നു പോകാതെ വണ്ണം ദൂതന്മാരെ അയക്കുന്നത് പോലെ പല സമയങ്ങളിലും പല ശമര്യക്കാർ, ദൈവത്തിന്റെ ദാസന്മാർ, ദൈവത്തിന്റെ ആലോചനകൾ, ദൈവത്തിന്റെ ശബ്ദം നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ട്. അത് ദൈവത്തിന്റെ വലിയ സ്നേഹമാണ്. വിശ്വസിക്കുന്ന എത്ര പേർ ഇവിടെ ഇരിപ്പുണ്ട്, എന്നെ കേൾക്കുന്നുണ്ട്? നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു നല്ല ശമര്യക്കാരന്റെ വ്യക്തിത്വം നിങ്ങളുടെ മുൻപിൽ നിങ്ങൾ കാണുന്നില്ലെങ്കിലും ഒരു നല്ല ശമര്യക്കാരന്റെ വേഷം ധരിച്ച് നല്ല ദൈവത്തിന്റെ വചനങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ട്. നല്ല ശമര്യക്കാരന്റെ വേഷം ധരിച്ചുകൊണ്ട് അതേ നിലയിലുള്ള ദൈവിക സഹായങ്ങൾ അനവധി പ്രാവശ്യം അനേക സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിലും ദൈവത്താൽ അയക്കപ്പെട്ട ചില നന്മകൾ, ചില അവസ്ഥകൾ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് ദൈവത്തിന്റെ വലിയ സ്നേഹമാണ്. മുറിവുകളെ താങ്ങിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹമാണ് എന്നെ ശ്രദ്ധിക്കുന്നത്. ആ ശമര്യക്കാരനോ വഴി പോകയിൽ അവനടുക്കിലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്നു എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി അവനെ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷ ചെയ്യണമെന്ന് പറഞ്ഞു. നല്ല ശമര്യക്കാരൻ അവൻ ചെയ്ത മറ്റൊരു ശുശ്രൂഷ കൂടെ അവിടെയുണ്ട്. വഴിയമ്പലത്തിൽ നിന്നവനോട് അവന്റെ കയ്യിലുണ്ടായിരുന്ന അല്പം ധനം എടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇവൻ 2 വെള്ളിക്കാശ് കൊടുത്ത് വഴിയമ്പലക്കാരനെ കൊടുത്തിട്ട് പറഞ്ഞു, ഇവനെ രക്ഷ ചെയ്യണം. എത്ര നല്ല മനസ്സുള്ള ഒരു ശമര്യക്കാരനെയാണ് നിങ്ങൾ പരിചയപ്പെടുന്നത്. ഞാൻ ഈ മെസ്സേജ് നിങ്ങളുടെ മുമ്പിൽ വചനത്തിന്റെ കുറച്ച് വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി. ഇനി ഞാൻ പ്രായോഗികമായി നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് ഈ മെസ്സേജിലൂടെ കടന്നു വരട്ടെ. എത്രയോ മുറിവുകൾ ഭർത്താവിൽ നിന്ന്, എത്രയോ മുറിവുകൾ നിങ്ങളുടെ കൂട്ടുകാരിൽ നിന്ന്, എത്രയോ മുറിവുകൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിന്ന്, നിങ്ങളുടെ മാതാപിതാക്കന്മാരിൽ നിന്ന് ദിനം പ്രതി കേട്ടിട്ട് മനസ്സിൽ അസ്വസ്ഥതയുള്ളവരായി, മനസ്സിൽ ഭാരമുള്ളവരായി, മനസ്സിൽ വേദനയുള്ളവരായി, തകർന്ന ജീവിതത്തിലുടമയായി എന്നെ ശ്രദ്ധിക്കുന്ന ആയിരങ്ങൾ ഇന്ന് ലോകരാജ്യങ്ങളിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോടുള്ള ദൈവശബ്ദം ഇപ്പോൾ ഇതാണ്: ഒരു നല്ല ശമര്യക്കാരനായ കർത്താവ് നിന്റെ അടുക്കലുണ്ട്. മനുഷ്യൻ സ്നേഹിക്കുന്നതിലും മനുഷ്യൻ സഹായിക്കുന്നതിലും ഒക്കെ അപ്പുറമായി നിന്നെ അറിയുന്ന ഒരു യേശു കർത്താവ് നിന്റെ അടുക്കലുണ്ട്. ആ യേശുവിന്റെ സാന്നിധ്യം ഇന്ന് പകൽ ഈ രാത്രിയിൽ നിങ്ങളായിരിക്കുന്ന രാജ്യത്ത് തിരിച്ചറിയുവാൻ കഴിയുന്നെങ്കിൽ, ഭർത്താവ് നിന്നെ ഉപേക്ഷിച്ചാലും, ഭാര്യ നിന്നെ ഉപേക്ഷിച്ചാലും, അപ്പൻ നിന്നെ ഉപേക്ഷിച്ചാലും,
അമ്മ ഉപേക്ഷിച്ചാലും, ആര് നൽകിയിരിക്കുന്ന എത്ര കഠിനകരമായ വേദന അനുഭവിക്കുന്ന മുറിവാണ് നിന്റെ അകത്ത് കടന്ന് തിങ്ങി നിറയുന്നതെങ്കിലും ഭാരപ്പെടണ്ട. നല്ല ശമര്യക്കാരനായ കർത്താവ് നിനക്കുണ്ട്. കർത്താവിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്ക്. പൂർണ്ണ സൗഖ്യം പ്രാപിക്കാൻ പോവുകയാണ്. ഞാൻ ഈ മെസ്സേജ് പറയുമ്പോൾ പരിശുദ്ധാത്മ ഒരു ശുശ്രൂഷ നിങ്ങൾ ചെയ്യുവാൻ പോവുകയാണ്. അനേക വർഷങ്ങളായി മുറിവുകളെ താങ്ങിക്കൊണ്ട്, മുറിവുകളെ വഹിച്ചുകൊണ്ട് ഇരിക്കുന്ന ജീവിതങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അവരോട് പരിശുദ്ധാത്മാവ് ഇപ്പോൾ സംസാരിക്കുന്നു. ഇനിമേലിൽ നീ ആ മുറിവുകളെ ഓർക്കരുത്, ആ വാക്കുകളെ ഓർക്കരുത്, ആ വേദനിപ്പിക്കുന്ന വിഷയങ്ങളെ നീ ചിന്തിക്കരുത്. ആ മുറിവുകളെ ഇപ്പോൾ യേശു ഉണക്കുകയാണ്. നിനക്ക് വേണ്ടി പുതിയ ഒന്ന് ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രവാചക ശബ്ദം ശ്രദ്ധിക്കുക. ഇതാ ഞാൻ പുതിയതായി ഒന്ന് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ നിനക്ക് വേണ്ടി പുതിയതായി ഒന്ന് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മുറിവുകളെ അവൻ ഉണക്കി നിങ്ങൾക്ക് വേണ്ടി പുതിയ ഒന്ന് ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. മകന്റെ വാക്ക് കേട്ട് മാതാവേ ഹൃദയത്തിൽ വേദനിച്ച് മുറിവുള്ള മാതാവായിരിക്കുകയാണോ? ഭർത്താവിന്റെ വാക്ക് കേട്ട് സമൂഹത്തിന്റെ ഏതെങ്കിലും സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെ പരിഹാസങ്ങൾ, നിന്ദകൾ കേട്ട് ഭാരപ്പെട്ട മുറിവുള്ളവരായി നിങ്ങൾ ഇരിക്കുകയാണോ? യേശു നിങ്ങളിപ്പോൾ സൗഖ്യമാക്കട്ടെ. നിങ്ങളുടെ മുറിവുകൾ ഇപ്പോൾ ഉണക്കട്ടെ. ആ വേദനകൾ ഇപ്പോൾ മാറിപ്പോകട്ടെ. ആ ഭാരങ്ങൾ ഇപ്പോൾ മാറിപ്പോകട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ പോവുകയാണ്. എന്റെ ദൈവത്തിന് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി സൗഖ്യം തരുവാൻ പറ്റും. നിങ്ങളുടെ മുറിവുകൾ ഇപ്പോൾ കർത്താവ് അവിടെ ഉണക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ദൈവത്തോട് അവിടെ നിന്ന് പ്രാർത്ഥിപ്പാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ശക്തമായി ഇപ്പോൾ നിങ്ങളുടെ മുറിവുകളെ അവിടെ ഉണക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ആത്മീക ശുശ്രൂഷകളിൽ ഞാൻ പോകുന്ന പല രാജ്യങ്ങളിലും, എൻ്റെ ഓരോ ശുശ്രൂഷ വേദികളിലും, എൻ്റെ ഓരോ കേൾവിക്കാര്യങ്ങളിലും പല സമയങ്ങളിലും പരിശുദ്ധാത്മാവായ ദൈവവചനത്തിലൂടെ സന്ദേശങ്ങൾ കേട്ടും ദൈവശബ്ദമനുസരിച്ചും ദൈവത്തിലുള്ള വിശ്വാസം നിമിത്തവും അനേകരുടെ മുറിവുകൾ ഉണങ്ങിയ അനുഭവങ്ങൾ കേൾപ്പാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് പ്രത്യേകമായി പരിശുദ്ധാത്മ ശുശ്രൂഷ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ പോവുകയാണ്. ഇന്ന് മുതൽ നിങ്ങൾക്ക് മുറിവിന് കാരണമായ വിഷയങ്ങൾ മറക്കണം. മുറിവിന് കാരണമായ അവസ്ഥകൾ നിങ്ങൾ മറക്കണം. മുറിവിന് കാരണമായ വ്യക്തികളെ നിങ്ങൾ മറക്കണം. നിങ്ങൾ സ്നേഹിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മുറിവുകൾ ഉണങ്ങട്ടെ. നല്ല ശമനക്കാരനായ കർത്താവ് നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. അതാത് സ്ഥാനങ്ങളിൽ കരങ്ങൾ ഉയർത്തുവാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദൈവത്തോട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുക. യേശു നിങ്ങളെ പൂർണ്ണമായി സൗഖ്യമാക്കട്ടെ. നല്ല കർത്താവേ, യേശുവിന്റെ നാമത്തിൽ അനേക സഹോദരിമാർ, അനേക സഹോദരങ്ങൾ, അനേക മാതാപിതാക്കന്മാർ, വിദ്യാർത്ഥികൾ, ജോലി ചെയ്യുന്നവർ, ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തുന്നവർ, ദൈവദാസന്മാർ, പാസ്റ്റേഴ്സ്, കർത്താവ്, അനേക ആളുകൾ ഹൃദയത്തിൽ അനേക വേദനകളുമായി, അനേക മുറിവുകളുമായി, അനേകരുടെ വാക്കുകൾ നിമിത്തം, അനേകരുടെ ആരോപണങ്ങൾ നിമിത്തം, അനേകരുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് നിമിത്തം, അനേകരുടെ തെറ്റായ ചിന്തകൾ നിമിത്തം, അനേക ആളുകളുടെ ഇടപെടലുകൾ നിമിത്തം, ആവശ്യമില്ലാത്ത കാരണങ്ങൾ ചൊല്ലി, ആവശ്യമില്ലാത്ത വിഷയങ്ങൾ നിമിത്തം അനേകരുടെ ഹൃദയത്തിൻ്റെ അകത്ത് വലിയ മുറിവുമായി വേദനകളുമായി നീങ്ങുന്ന അനേകരുണ്ട്. നല്ല ശമര്യക്കാരനായ യേശുവേ, ഇന്ന് ഈ മുറിവുകളെ നീ ഉണക്കണമേ. ഇന്ന് മുറിവുകളെ ഉണക്കി സമാധാനവും സൗഖ്യവും ഈ ജനത്തിന്റെ മേൽ അങ്ങ് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകൾ കേട്ടതിനായി സ്തോത്രം. യേശു അത്ഭുതങ്ങൾ ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥനകൾ കേട്ട കർത്താവിന് നന്ദി കൊടുക്കുക. ഈ സമയത്ത് ഈ ടെലിവിഷനിലൂടെ എഴുതി വരുന്ന പ്രയർ ലൈനിൽ ഇന്ത്യയിലും യൂറോപ്പിലും മിഡിൽ ഈസ്റ്റിലുമായി ഞങ്ങളുടെ പ്രയർ ടവറിൽ അനേകർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എഴുതി വരുന്ന പ്രയർ ലൈൻ നമ്പറിൽ ദയവായി നിങ്ങൾ വിളിക്കുകയും ഇമെയിൽ ചെയ്യുകയും ചെയ്താൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിരന്തരം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. prayertower@victoryukag.com എന്ന ഇമെയിൽ അഡ്രസ്സിലും ഇപ്പോൾ കടന്നു വരുന്ന പ്രയർ ലൈൻ നമ്പറിലും നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ പൂർണ്ണമായി അനുഗ്രഹിക്കട്ടെ. അനേക ജീവിതങ്ങൾ മുറിവ് ഉണങ്ങിയവരായി, സൗഖ്യം പ്രാപിച്ചവരായി വരും ദിവസങ്ങളിൽ
ഞങ്ങൾക്ക് കാണുവാൻ കഴിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രാർത്ഥനയോടെ നിങ്ങളായിരിക്കുക. സ്വർഗത്തിലെ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.